+2 കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് മാത്രമാണോ ACCA പഠിക്കാൻ പറ്റുക? നോ. ACCA തന്നെ കൊണ്ടുവന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, FIA, ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി. ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി റൂട്ട് വഴി 10th കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് വേണമെങ്കിൽ തന്നെ ACCA പഠിച്ചു തുടങ്ങാവുന്നതാണ്. 11th and 12th കൂടെ നമുക്ക് ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി റൂട്ട് വഴി ACCA പേപ്പേഴ്സ് എഴുതിയെടുക്കാൻ പറ്റും. ബട്ട് എല്ലാ പേപ്പറും എഴുതാനൊന്നും പറ്റില്ല. നമുക്കതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി റൂട്ട് വളരെ സിമിലർ ആണ് ACCA നോളജ് ലെവലായിട്ട്. നോളജ് ലെവലിൽ വരുന്ന ബേസ് പേപ്പേഴ്സ് ആണ് ബിസിനസ് ആൻഡ് ടെക്നോളജി, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്നാൽ ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി വഴി നമുക്കതിൻ്റെ ഫൗണ്ടേഷൻ ലെവൽ എന്നുള്ള രീതിയിലുള്ള എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റും. ഈ എക്സാംസ് എഴുതി കഴിഞ്ഞാൽ നോളജ് ലെവൽ ഓഫ് ACCAയിലേക്ക് നമുക്ക് എക്സംഷൻ റൂട്ട് വഴി എന്ത് ചെയ്യാം, കയറാം. അപ്പോൾ അങ്ങനെ കയറുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഡയറക്റ്റ്ലി കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ വെച്ച് എന്ത് ചെയ്യാം, എക്സാം എഴുതി തുടങ്ങാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ റൂട്ട് നമ്മൾ നമ്മുടെ സ്റ്റഡി റൂട്ടിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം? 10th ക്ലാസ് കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് 11th കയറുമ്പോൾ അതിൽ കയറുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് കൊമേഴ്സിൽ വരുന്ന അക്കൗണ്ടൻസി ആൻഡ് ബിസിനസ് സ്റ്റഡീസ് ആയിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള സബ്ജക്ട്സ് ACCA നോളജ് ലെവലുണ്ട്. ദാറ്റ് ഇസ് ബിസിനസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ 11th and 12th പഠിക്കുന്നതിൻ്റെ കൂടെ ഓരോ വർഷത്തിലേക്ക് ഓരോ പേപ്പർ ഡെഡിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നമുക്ക് +1 +2 കഴിയുന്ന ആ ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ACCA 2 പേപ്പർ നമുക്ക് തീർക്കാം. അത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ സമ്മർ വെക്കേഷൻ ഉണ്ടല്ലോ, ആ സമയത്ത് ഒരു പേപ്പറും കൂടെ എഴുതാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ACCA സ്കിൽ ലെവലിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? യൂഷ്വലി +2 കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് ACCA പഠിക്കാൻ വരുമ്പോൾ അയാളെ സംബന്ധിച്ച് യൂഷ്വലി വരുന്ന ഒരു ടൈം ഫ്രെയിം അറൗണ്ട് 6 to 8 months നോളജ് ലെവലിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ബട്ട് നിങ്ങൾ +1 +2 കൂടെ തന്നെ ACCA പഠിക്കുന്നുണ്ടെന്നാണെങ്കിൽ ആ 6 to 8 months നിങ്ങൾക്ക് സേവ് ചെയ്യാം. അപ്പോൾ 6 to 8 months സേവ് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ACCA കംപ്ലീറ്റ് ചെയ്യുമ്പോൾ യു വിൽ ബി എ ബിറ്റ് അഹെഡ് കമ്പയർഡ് ടു ദി അതേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ കുറച്ചും കൂടെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഫോർവേഡിലേക്ക് കൊണ്ടുപോകാം. ദിസ് ഈസ് ഹൗ വി ഇൻകോർപ്പറേറ്റ് ആർ സ്റ്റഡീസ് ഇൻ ടു 11th and 12th ടു ഗെറ്റ് ഇൻ ടു ACCA. അപ്പോൾ ഇങ്ങനെ ACCA പഠിക്കുന്ന സമയത്ത് നമ്മൾ എവിടെ പഠിക്കും എന്നുള്ള ക്വസ്റ്റ്യനിൽ ACCA തന്ന ആൻസറാണ് നമുക്ക് പ്ലാറ്റിനം അപ്രൂവ്ഡ് ആയിട്ടുള്ള ലേണിംഗ് പാർട്ട്നേഴ്സ് ഉണ്ട്. ദ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലാറ്റിനം അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ട്നേഴ്സ് എടുത്ത് തന്നെ പോകണം. ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ ഹാസ് ബീൻ എ പയനിയർ ഇൻ ദ ഫീൽഡ് ഓഫ് കൊമേഴ്സ് ആൻഡ് ദ എഡ്യൂക്കേഷൻ ഓഫേർഡ് ഇസ് ഓഫ് ടോപ്പ് നോച്ച് ക്വാളിറ്റി. അപ്പോൾ അങ്ങനെ വരുന്നൊരു സ്ഥലം ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ എന്തിന് വേറെ ചിന്തിക്കണം? സോ ഡോണ്ട് വെയിറ്റ്. 11th and 12th കൂടെ തന്നെ നിങ്ങൾക്ക് കരിയർ എൻഹാൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യാം, ACCAയിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് പുട്ട് ഇൻ ദ കമൻറ്റ് ബോക്സ്. ആൻഡ് ഇതേപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ സോ ദാറ്റ് യു ക്യാൻ ബി മോർ അവെയർ അബൌട്ട് ACCA. ദിസ് ഇസ് റസ ബക്കർ സൈനിങ് ഓഫ്.